നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മിമിക്രിയിലൂടെ പിച്ചവെച്ച് ഡൂപ്പിന്റെ തോളിൽ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലേക്ക് പ്രയാണം ചെയ്ത രണ്ട് ശ്രദ്ധേയരായ അഭിനേതാക്കളാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ടിനി ടോമും ഷാജോണും. ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടിനി ടോം, ഷാജോൺ, എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഒരുമിച്ചിരുത്തിയത്. നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ ചില അഭികാംക്ഷികൾ പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഈ ഷാജോൻ്റെ യഥാർത്ഥ കയ്യിലിരിപ്പ് അറിയാവുന്ന ഒരാളാണ് ടിനി. ടിനിയുടെ ഒരുപാട് കുരുത്തക്കേടുകൾ അറിയാവുന്ന ഒരാളാണ് ഷാജോൺ. ഇവിടെ ഇരുത്തി ഇവരെ ഒന്ന് ഉറപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരുള്ളൂ എന്ന് പറയും. പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചൊരു തന്ത്രമാണത്, ഇന്ത്യനെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഒന്നിക്കില്ല, അപ്പോൾ എന്ന് അവരുടെ ഇരിക്കുമെന്നാണ് വിചാരം. അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ടിനി, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞാണ്. ഞാൻ അത്രയും ശുദ്രാന്നുള്ള കാര്യം എനിക്കറിയാലോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരിക്കലും സാറ് പറയില്ല. ഇതാ ഞാൻ കാണിച്ചത്. നമസ്കാരം ടിനി ചേട്ടാ. നമസ്കാരം ഷാജോൺ ചേട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന സ്ഥിതിക്ക് JB ജംഗ്ഷനിൽ ഇന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുവോ എന്നുള്ള സംശയത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ഒരു സ്വാധീനം ടിനിക്കുണ്ട്. ഒരു പക്ഷേ ടിനി ഒന്നിലും കൂസിയിട്ടില്ല അല്ലേ? യഥാർത്ഥത്തിൽ ഒരു കതറക്കിയിട്ട് ഇങ്ങനെ പ്രസംഗമൊക്കെ നടത്തി പോകേണ്ട ഒരാളായിട്ടാണ് ഞാൻ ടിനിയെ കണ്ടത്. ഇവൻ പഹയനൊരു വലിയ രാഷ്ട്രീയക്കാരനായി പോകുന്നതാണ് താങ്കളുടെ കൂടെ പഠിച്ചൊരാൾ പറഞ്ഞത്. എവിടെ വെച്ചാ വഴി തെറ്റിപ്പോയത്? അല്ലെ വഴി തിരിഞ്ഞു പോയത്? അല്ലെ വഴി നന്നായി പോയത്? വഴി നന്നായതാണ്. ഞാൻ ഒരു ഒറ്റ മോനാണ്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ എപ്പോഴും ഒരു അമ്മയുടെ ദുഃഖമായിരിക്കും അത്. ഇവൻ തല്ലുകൊണ്ടോ ജയിലിൽ പോയതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഞാൻ മഹാരാജാസ് കോളേജിലായതുകൊണ്ട് കലയ്ക്ക് വളരെയധികം സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ കലയിലൊരു ശ്രമം നടത്തി, യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു, സമ്മാനം നേടി. അങ്ങനെ ആരും അറിയാതെ എന്നെ വഴിമാറ്റി നടത്തി. ഷാജോൺ ഒരു രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നല്ലേ ചെറുപ്പത്തിൽ? ഉണ്ടായിരുന്നു. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി. കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇടതായിരുന്നോ വലതായിരുന്നു? ഇടതായിരുന്നു. അല്പം ഇടതായിരുന്നു. അതെ. ഇതേ കൊണ്ടല്ലോ ഇടത്തുനിന്ന് വലത്തിലേക്ക് കാലുമാറിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ SFI ആയി, കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഴപ്പാൻ പറ്റുന്നത് KSU ആയതുകൊണ്ട്. ഞാൻ ഒരു ഈ സാറ് എങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന ചരിത്രം എങ്ങനെ കിട്ടി? എനിക്കറിയാം. നിങ്ങളുടെ കൂടെ അതേ ക്ലാസ്സിൽ പഠിച്ചൊരു വിദ്വാനോട് ഞാൻ വിളിച്ചു. എൻ്റെ ടിനി ഇനി എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു. കാരണം എനിക്ക് ഓപ്പോസിറ്റായിട്ട് മത്സരിച്ചാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്തനാണ് ജെമിനി എന്ന് പറഞ്ഞിട്ട്. അവന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളാണ്. കാരണം പിള്ളേരുടെ ഇടയിൽ നല്ല ഇമേജ് ഉണ്ട്, നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു, കാണാനും നല്ല മിടുക്കനായിരുന്നു, നന്നായിട്ട് പാട്ട് പാടും. അപ്പം അങ്ങനെ എല്ലാ സൽഗുണ സമ്പന്നൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അവനില്ലാത്ത എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ചേട്ടച്ചാനാണ് എന്നെ കഴിഞ്ഞ് മുമ്പ് മിമിക്രി ചെയ്ത് തുടങ്ങി. അപ്പോൾ അച്ഛൻ വീട്ടിൽ കിടന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാൽ ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് ആ ഒരു സമയമാണ്. 10 വയസ്സ് മുതൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ചെന്നങ്ങ് സ്റ്റേജിൽ പറഞ്ഞ് ഭയങ്കര കൈഡിയും കാര്യങ്ങളൊക്കെ നേടി. അപ്പം അങ്ങനെയാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിക്കുന്നത്. അപ്പോൾ ആ കൂടെ ഇങ്ങനെ സാറിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ? അല്ല, സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പിള്ളേർക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു. സാറിന് ഇപ്പം തന്നെ കണ്ടില്ല, നല്ല സ്റ്റൗട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഗ്ലാമറായിരുന്നു. സാറ് സമരങ്ങളൊക്കെ വരുമ്പോഴും സാറിങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ സമരമായിട്ട് വരുന്നവരെല്ലാം പുറകോട്ട് തിരിഞ്ഞു വിടും. അങ്ങനത്തെ സാറായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര മുഖ്യമന്ത്രിയാവേണ്ട ആളാണ്. ഭയങ്കര ഉഗ്രൻ പ്രിൻസിപ്പളായിരുന്നു. പക്ഷേ ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ നമ്മളൊരു സാറിനുമൊക്കെ ആയിട്ടുള്ളൊരു നല്ല ബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സാറിനോട് നേരത്തെ എന്ന് പറയും, സാർ ഇതാണ് കാര്യം, സമരം ചെയ്തേ പറ്റുള്ളൂ കാര്യം എന്നൊക്കെ പറയും. സാറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മോണാക്റ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ സാറിൻ്റെ പേരോടൊക്കെ ചേർത്തുന്ന സ്ട്രെയിറ്റ് സാറാണെന്ന് പറയാത്ത രീതിയിലുള്ള മൈമൊക്കെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേർന്ന് അവതരിപ്പിക്കണം. അതിനെപ്പറ്റി ആയിരിക്കാം സാർ ഉദ്ദേശിച്ചത്. എന്തായാലും വർഷം ഒരുപാട് കഴിഞ്ഞെങ്കിൽ പോലും ഒരു അധ്യാപകൻ വളരെ ഗൃഹാതിരത്വത്തോടെ ഒരു വിദ്യാർത്ഥിയെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ടിനിക്ക് ഒരുപാട് അധ്യാപകർ സ്മരിക്കാനുണ്ട്. എന്താ കാരണം വെച്ചാൽ ടിനി ആൽബർട്ട്സിലല്ലേ പഠിച്ചത്? അതെ, ആൽബർട്ട്സിൽ പ്രീ ഡിഗ്രി പഠിച്ചു. പക്ഷെ ഒരു കോളേജ് പഠിച്ചാൽ പിന്നെ അടുത്ത കോഴ്സ് അവിടെ പഠിക്കില്ല, അവർ അഡ്മിഷൻ കൊടുക്കില്ല. തരാതിരുന്ന. പക്ഷേ എൻ്റെ മാർക്ക് അതായത് 60% മെയിനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ശരിക്കും മെയിനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ കിട്ടും. അത് ഗവൺമെന്റ് കോളേജില്ലേ. മെയിൻ എന്ന് പറയുമ്പോൾ പിന്നെ സബ് പൊളിറ്റിക്സ്, സബ് എന്ന് പറയുമ്പോൾ കുറച്ച് മാർക്ക് കുറയാം, ലാംഗ്വേജിലും ഇതിലൊക്കെ പറയാം. മെയിനിൽ നമ്മൾ 60, പൊളിറ്റിക്സിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു 60%. എന്നിട്ട് എന്തുകൊണ്ട് ആൽബർട്ട്സുകാർ നിങ്ങളെ പരിഗണിച്ചില്ല? അത് പ്രിൻസിപ്പള്, ഞാൻ എൻ്റെ ID കാർഡ് പുള്ളി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു സമരം ചെയ്തപ്പോൾ.
ബസ് നമ്മൾ തല്ലിപ്പൊളിക്കുമായിരുന്നു. അത് വെറുതെ തല്ലിപ്പൊളിക്കുന്നതല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഐഡന്റി കാർഡ് കൊണ്ടുപോയിട്ട് എന്റെ പേര് എഴുതി വെച്ചിരുന്നു, ഇവന് ഒരിക്കലും ഇനി ഇവിടെ അഡ്മിഷൻ കൊടുക്കരുത്. ഇന്നുണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് സജീവമായിട്ട് സിനിമയിലുണ്ട്. അമൽ നീരദ്, രാജീവ് രവി, അൻവർ റഷീദ്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ പോക്കറ്റിലാക്കി? കലയെ ഇഷ്ടമായിരുന്നു. കല ഈ മിമിക്രി ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല ലോകത്തിൽ. അപ്പോൾ നമ്മൾ ചിരിപ്പിക്കുന്ന ആളായതുകൊണ്ട് ആരെ വേദനിപ്പിച്ചിട്ടില്ല, നമ്മളെ തല്ലാൻ തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മഹാരാജസിൽ വലിയ മത്സരം കാഴ്ചവെച്ച് ഷാജോണിനെ പോലെ ജയിച്ചില്ലെങ്കിലും ചെറിയ വോട്ടിന്റെ തോറ്റല്ലേ? അതെ അതെ. തോറ്റ പ്രഖ്യാപനം വന്നപ്പോൾ ഉടനെ എന്തോ അവിടെ തന്നെ നിന്നോ? ഒരു SFIക്കാരൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് വഴി കാണിച്ചു തന്നു, ഇതിലേ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ സഹായിക്കുന്നവരുണ്ടായിരുന്നു എന്നെ. കാരണം ഇങ്ങനെ വോട്ട് കൂടുതൽ പിടിക്കുന്ന ആളെ അടി കിട്ടുന്നുള്ള ഉറപ്പാണല്ലോ. അപ്പൊ നിന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവര് തന്നെ വഴി കാണിച്ചു. ചാടിയത് പക്ഷെ ലേഡീസ് ഹോസ്റ്റലായിരുന്നു. അവിടെ നിന്ന് അതിനാലും വലിയ അടി കിട്ടിയാണ്. അവിടെ നിന്ന് വേറെ ബോധപൂർവ്വം ചാടിയത് നല്ലല്ലോ. അല്ല മഹാരാഷ്ട്രയുടെ തൊട്ടുപുറത്താ ലേഡീസ് ഹോസ്റ്റൽ. അവിടെ നിന്ന് അവര് സഹായിച്ച് വേറെ സ്ഥലത്തേക്ക് ചാടി. ഞാൻ പുറത്തു നിന്ന് നോക്കിയപ്പോ വേറെ കുറെ നേതാക്കന്മാർ ഓടിച്ചാടി. എന്ത് വന്നാലും ഉറച്ചു നിൽക്കണമെന്ന് ടിനിയോട് ആഹ്വാനം ചെയ്ത നേതാക്കന്മാര് ടിനിയുടെ മുമ്പേ ഓടിയിരിക്കുന്നു. അത് മുതുകാട് പോലും അങ്ങനെ വാനിഷ് ആയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ കോളേജിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ എല്ലാവരും ഒരേ കാലഘട്ടത്തിലൊക്കെ പല രൂപത്തിലും ഭാവത്തിലൊക്കെ, പക്ഷെ അതൊക്കെ പിന്നീട് ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിക്കാനും അല്ലെങ്കിൽ ഓർമ്മിക്കാനും ഒരുപാട് സൗഹൃദങ്ങൾ പ്രദാനം ചെയ്യാനും വഴിവെച്ചതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും സൗഹൃദം ഉണ്ടാക്കാനും ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറാനും വേണമെങ്കിൽ ഈ കലാലയ രാഷ്ട്രീയമാണ് സഹായിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ജയിച്ച വർഷം എല്ലാവരും അവൻ ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ അടിയും കാര്യങ്ങളൊക്കെ ഉറപ്പായി. അപ്പം ഞാൻ തൊട്ട് ഫ്രണ്ടിലൊരു നമ്മളൊരു കോഫി ചായ കുടിച്ച് ചെറിയൊരു ചായക്കട പോലെ ജോർജ് കുട്ടിച്ചാൻ്റെ ഒരു ഇതുണ്ട്, ക്യാൻറ്റീനുണ്ട്. അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് അറിഞ്ഞപ്പം എൻ്റെ ഓപ്പോസിറ്റ് മത്സരിച്ചവൻ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവനും ടീമുകളും താഴോട്ട് ഇറങ്ങി വരുന്നു. ഞാനും എൻ്റെ ടീമുകളോട് ഇവിടുന്ന് മുകളിലോട്ട് കയറിച്ചില്ല. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഇറങ്ങി വന്ന് മോളിങ്ങനെ നോക്കി നിൽക്കി. ഇപ്പോൾ ഒരടി ഉറപ്പാണ്. ക്ലാസ്മേറ്റ് എന്നുള്ള സിനിമയിൽ അതെ, അത് അവനിങ്ങനെ ഇറങ്ങി ഞാനിങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പം ഞാനും അവനും ഇങ്ങനെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാനൊരു ഒറ്റ കരച്ചിലും അവനൊരു കെട്ടിപ്പിടുത്തു. എന്താണെന്ന് എനിക്കറിയില്ല, പ്രതീക്ഷിക്കാത്ത ഞാനൊരു ഒറ്റ കരച്ചിൽ. ഇവനെ കണ്ട് ഞാനും കരഞ്ഞ് ഇവൻ എടാ ചുമ്മാ ഇരുന്ന് അയ്യേ ഇത് എല്ലാവരും നോക്കും, നീ മാറ പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടടിച്ചിട്ട്.